വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. ഇതിവിടെ എന്താ ഡ്രസ്സ് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന കവറാണ്, അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പെണ്ണില്ലാത്ത ഭാഗം നോക്കി വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ പല പല കളറിലുള്ള കവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പല കളറിലുള്ള കവറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇപ്പോഴുള്ള കവറൊക്കെ എടുത്ത് വെച്ചേക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും കൂടി ചെയ്യണം കേട്ടോ എടുക്കുമ്പോഴേ. വെക്കേഷൻ ഒക്കെ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ച് അതൊന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് മടക്കി എടുക്കാം കേട്ടോ. എത്രയും നീളത്തിൽ എടുക്കുന്ന അത്രയും നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഉണ്ടാവുക. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് നടുവേ ഒന്ന് മടക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ ഈ രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീരെ കട്ടി പറഞ്ഞ നൂൽക്കമ്പി എടുത്ത് കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഇച്ചിരിയോടെ ഭംഗിയായിരിക്കുവേ. ഇതേപോലൊക്കെ നൂൽക്കമ്പി കെട്ടി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുഞ്ഞ് പേലിന്റെ പോലത്തെ കുഞ്ഞു കുഞ്ഞു മുത്തൊക്കെ ഇതിന്റെ സെന്ററിൽ കോർത്തതിന് ശേഷം കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാവും കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് എല്ലാ കുഞ്ഞു അതെല്ലാം ഇതുപോലെ കൈ വെച്ച് നിവർത്തി എടുക്കണം, എന്നാലേ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവനുവേ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പഴയത് ഇവിടെ കിടന്നതാണ്. വൈറ്റ് പേപ്പറിന്റെ സ്റ്റിക്കർ കുറച്ച് ഒട്ടിക്കാൻ മേടിച്ചൊരു ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് ഞാനൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മിറ്റിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഉണങ്ങി കമ്പോടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂടിയാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്കൊരു 3 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.